ഇറാനുമായുള്ള സംഘർഷത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ ചൊവ്വാഴ്ച അവസാനിക്കുന്നതിന് മുന്നോടിയായി ചർച്ചക്കാരായ സ്റ്റീവ് വിറ്റ്കോഫ്, സമാധാന ദൗത്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതൻ ജാരഡ് കുഷ്നർ എന്നിവർ ഇറാനുമായുള്ള ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ഈ ആഴ്ച പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് US കമാൻഡർ ഇൻ ചീഫ് ന്യൂയോർക്ക് പോസ്റ്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റീവ് നാളെ രാത്രി അവിടെ പോകും. ഞായറാഴ്ച വൈറ്റ് ഹൌസിൽ നിന്നും ന്യൂയോർക്ക് പോസ്റ്റിലേക്ക് നടത്തിയ ഫോൺ കോളിൽ ട്രംപ് വ്യക്തമാക്കി. 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് തിങ്കളാഴ്ച രാത്രി ഇസ്ലാമാബാദിൽ എത്തുമെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്ന് ഫോക്സ് ന്യൂസിന്റെ ട്രെയിൻസ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ USുമായുള്ള ചർച്ചകൾക്കിടയിൽ ഇറാനിൽ മിതവാദികളും ഭ്രാന്തന്മാരും തമ്മിൽ പോരാട്ടം തുടരുകയാണെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം കുഷ്നറും വിറ്റ്കോഫും ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പോകുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചു. നമ്മൾ ഉണ്ടാക്കിയ കരാർ നടപ്പായില്ലെങ്കിൽ അവരുടെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ഞാൻ പൊളിച്ചു മാറ്റുമെന്നും ട്രംപ് പറഞ്ഞു. അവർ ഇതിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ രാജ്യം മുഴുവൻ പൊട്ടിത്തെറിക്കുമെന്നും ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് ഉദ്ധരിച്ചു. ഏതൊരു രാജ്യത്തിനും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായി അവരെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. കാരണം അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്നും US പ്രക്ഷേപകന്റെ അഭിപ്രായത്തിൽ US പ്രസിഡന്റ് തുടർന്നു. ഇറാൻ ഇതിനകം തന്നെ കരാറിലേറെയും സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ട്രൂത്ത് സോഷ്യലിലെ ഇന്നത്തെ ഒരു പോസ്റ്റിൽ ഇറാൻ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിയൻ ഊർജ്ജത്തിനും സിവിൽ ഇൻഫ്രാസ്ട്രക്ചറിനും നേരെയുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിയുതിർക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനം, അവയിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനെയും യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു. അത് നല്ലതായിരുന്നില്ല അല്ലേ? എന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. ചർച്ചകൾക്കായി അവർ നാളെ വൈകുന്നേരം അവിടെ എത്തും. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തെക്കുറിച്ച് ഇറാനാണ് നഷ്ടത്തിലായതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അടച്ചുപൂട്ടൽ മൂലം രാജ്യത്തിന് പ്രതിദിനം $500 ബില്യൺ US നഷ്ടമുണ്ടായെങ്കിലും അമേരിക്കയ്ക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാനു വേണ്ടി ന്യായമായ ഒരു കരാർ വേണമെന്ന വാദം അദ്ദേഹം ആവർത്തിച്ചു. താൻ ഇനി ഒരു നല്ല വ്യക്തിയായി തുടരില്ലെന്നും ഇറാന്റെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും US തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ അടുത്തിടെ കടലിടുക്ക് അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു. ഇത് വിചിത്രമാണ്, കാരണം നമ്മുടെ ബ്ലോക്ക് ഇതിനകം അത് അടച്ചുപൂട്ടി. അവർ അറിയാതെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അടച്ച വഴിയിലൂടെ ഒരു ദിവസം $500 ബില്യൺ നഷ്ടപ്പെടുന്ന അവർക്കാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല. വാസ്തവത്തിൽ നിരവധി കപ്പലുകൾ ഇപ്പോൾ US, ടെക്സസ്, ലൂസിയാന, അലാക്സ എന്നിവിടങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നു. IRGCയുടെ അഭിനന്ദനങ്ങൾ. എല്ലായ്പ്പോഴും കഠിനമായ വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വളരെ ന്യായവും ന്യായയുക്തവുമായ ഒരു കരാർ വാഗ്ദാനം ചെയ്യുന്നു. അവർ അത് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളെയും എല്ലാ പാലങ്ങളെയും തകർക്കും. മിസ്റ്റർ നൈസ് ഗായ് ഇനി വേണ്ട. അവർ വേഗത്തിൽ നിലംപരിശാക്കും. അവർ എളുപ്പത്തിൽ നിലംപരിശാക്കും. അവർ കരാർ ഏറ്റെടുത്തില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി ഇറാനോട് ചെയ്യേണ്ടിയിരുന്നത് മറ്റ് പ്രസിഡന്റുമാർ ചെയ്യേണ്ടത് എന്റെ ബഹുമതിയായിരിക്കും. ഇറാൻ കില്ലിംഗ് മെഷീനിന്റെ സമയമാണിത് അവസാനിപ്പിക്കാൻ ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.